അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്നൊരു മരണവാർത്ത കേട്ടു. മൊത്തം ആളുകളൊന്ന് ഷോക്കായി. കാരണം ആത്മീയതയുടെ മറപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന പുരോഹിത വർഗത്തിന്റെ ആ ശിർക്കൻ കുഫ്രൻ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു സ്ത്രീയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ വഞ്ചിക്കുന്ന പുരോഹിത വർഗം എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് എനിക്കൊരു പിടുത്തവും കിട്ടാത്തത്. അങ്ങനെ ഒരു ഇന്ന ആൾ ഇങ്ങനെ ചെയ്തു, മറ്റേ ആൾ അങ്ങനെ ചെയ്തു, അത് ഞങ്ങളെ മൊത്തത്തിൽ പറയണ്ട എന്നൊന്നും പറഞ്ഞ് മുസ്ലിയാക്കന്മാർക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റില്ല. ഞാൻ ചില രംഗങ്ങൾ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഒരുപാട് മുസ്ലിയാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച, ഇവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച പല കാര്യങ്ങളും ഒന്ന് കോർത്തിണക്കി, പല കാര്യങ്ങളും നമ്മൾ ഓർത്തു വെക്കേണ്ടത് നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു മുസ്ലിം, അദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. ഇന്നലെ വരെ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഒരു ഖുറാഫി മുസ്ലിയാർ ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പേരും കാര്യത്തിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ മടവൂർ കാഫില മുസ്ലിയാർ എന്ന രീതിയിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു എന്നത് അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹം അതിലൊരു വലിയ കുറ്റക്കാരൻ തന്നെയാണ്. ഡോക്ടറെ അടുക്ക കൊണ്ടുപോകാതെ, പറഞ്ഞിട്ട് പോലും കൊണ്ടുപോകാതെ, ആ രീതിയിലാണ് നിഗമനങ്ങളും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ അവിടെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ 4ാമത്തെ പ്രസവം കഴിഞ്ഞു, 5ാമത്തെ പ്രസവമാണ്. ആദ്യത്തെ 2 കുട്ടികളുടെയും പ്രസവം ഹോസ്പിറ്റലിലായിരുന്നു എന്നും അതിനുശേഷമുള്ള 2 കുട്ടികളുടെ പ്രസവം വീട്ടിൽ നിന്നായിരുന്നു എന്നും 5ാമത്തെ കുട്ടിയുടെ പ്രസവം അതേപോലെ വീട്ടിൽ തന്നെ ആക്കണം എന്ന രീതിയിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ കാണിക്കാതെ അവിടെ തന്നെ കടത്തുകയാണ് ചെയ്തത് എന്നും പ്രസവത്തെ തുടർന്നാണ് സ്ത്രീ മരണപ്പെട്ടത് എന്നും അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീ അക്കിപ്പഞ്ചരി പഠിച്ചതാണ് എന്നും അതുപോലെ തന്നെ ഈ പറയുന്ന മുതല മുസ്ലിയാർ അദ്ദേഹം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്നുമുള്ള വാർത്തകളും മറ്റു രീതിയിൽ വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുത്താൻ വേണ്ടി കാരണം എന്ന് പറയുന്നത് ഈ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ച അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് 57 ലക്ഷം രൂപയുടെ വീട് CM മടവൂർ തന്നിട്ടുണ്ട് എന്നും അത് ആലപ്പുഴയിലാണ് എന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരു വീട്ടിലാണ്, വാടക വീട്ടിലാണ് താമസം. ഈ പറയുന്ന മടവൂർ കാഫില എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം താമസം വാടക വീട്ടിലാണ് എന്നും അതിന്റെ അയൽവാസത്തുള്ള ആളുകളുമായൊന്നും ബന്ധമില്ല എന്നും ഈ ആശാ വർക്കർ ഈ വീട്ടിലേക്ക് വന്ന് ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആശാ വർക്കർ അവിടെ വന്നപ്പോൾ ഇവർക്ക് അവരുമായി സംസാരിക്കാൻ പറ്റുകയോ ഇല്ലെങ്കിൽ ഇവർ ഗർഭിണിയാണെന്നുള്ള കാര്യങ്ങൾ അവരുമായി ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക ഈ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. പല ആളുകളും അവരുടെ അയൽവാസികളായ ആളുകളടക്കം പറയുന്നതും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുമൊക്കെ പല രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ സ്ത്രീ മരണപ്പെട്ടപ്പോൾ കുട്ടി പ്രസവിച്ച ആൺകുട്ടിയാണെന്നുള്ള വാർത്ത സ്റ്റാറ്റസ് ഇടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഈ സ്ത്രീ മരണപ്പെട്ടതിനെ തുടർന്ന് സ്ത്രീയുടെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും അത് പിന്നീട് അവരുടെ കുടുംബക്കാർ പ്രശ്നമാക്കുകയും അത് പോലീസിൽ അറിയിക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്നാണ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് പുറത്തേക്ക് വന്നത്. ആളുകളും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നുള്ളതാണ്. വാർത്തകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നതിനിടയിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെ നിന്നാണ് മുസ്ലിയാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ധൈര്യം ഉണ്ടായത്? കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ പല മുസ്ലിയാക്കന്മാരുടെയും സംസാരം ആ രീതിയിൽ തന്നെയായിരുന്നു. ഇന്നാലിന്ന ഉസ്താദിന്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഇന്നാലിന്ന തങ്ങൾ മന്ത്രി ചൂതി കഴിഞ്ഞാൽ, ഇന്നാലിന്ന ഉസ്താദിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇന്നാലിന്ന ഔലിയായുടെ മക്ബറയിലേക്ക് ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ പേരിൽ മൗലീദ് പാരായണം ചെയ്താൽ, അവരുടെ പേരിൽ നേർച്ച കഴിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് സുഖപ്രസവം നടക്കും, രോഗം മാറിക്കിട്ടും, ഇന്നാലിന്ന് ആള് ഇന്ന രോഗം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ രോഗം നിന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ മുസ്ലിയാക്കന്മാർ വ്യാപകമായി നടത്തുന്നുണ്ട്. അതിലൂടെ അവർ ആത്മീയ ചൂഷണം നടത്തുകയാണ് എന്നും അതിലൂടെ വൻ സാമ്പത്തിക ലാഭം കൊയ്യുകയാണ് എന്നുമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാം. സലാത്ത് മജ്ലിസുകളും അതുപോലെ തന്നെ പ്രാർത്ഥനാ സദസ്സുകളും ഓൺലൈൻ ഓഫ്ലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അവർ അതിശക്തമായി തന്നെ നടത്തിയിട്ടുണ്ട്. CM മടവൂരിന്റെയും അതുപോലെയുള്ള ആളുകളെയും ആണ്ട് നേർച്ചയിലും മറ്റുമായി ഇവർ നടത്തിയ പ്രഭാഷണങ്ങളും മറ്റും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ദ്വീപിൽ അതുപോലെ ലക്ഷദ്വീപിൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്ന പല കാര്യങ്ങളും മുസ്ലിയാക്കന്മാർ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പകര ബാപ്പൂട്ടി മുസ്ലിയാരെ പോലെയുള്ള പല മുസ്ലിയാക്കന്മാരും 5ഉം 10ഉം 15ഉം മക്കൾ പ്രസവിച്ചിട്ടുണ്ട് എന്നും അത്തരത്തിലുള്ള അവരുടെ ഭാര്യമാരൊക്കെ അത്തരത്തിൽ പ്രസവം നടത്തിയത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടല്ല, ഒരു തുള്ളി മരുന്നും കൊടുത്തിട്ടല്ല, അവരുടെ മക്കൾക്കൊക്കെ നല്ല ആരോഗ്യമുണ്ടായതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമല്ല, ഇതൊക്കെ ഔലിയാക്കന്മാരുടെ കറാമത്താണ് എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് പുരോഹിതന്മാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഇത് തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുമെന്ന അഹങ്കാരത്തിൽ തന്നെയാണ് മുസ്ലിയാക്കന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില മുസ്ലിയാക്കന്മാരുടെ സംസാരം ഒന്ന് കേൾക്കാം. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഹീറോ മടവൂർ കാഫില എന്ന് പറയുന്ന ഖുറാഫി മുസ്ലിയാരുടെ ആ പ്രോഗ്രാമിന്റെ 100ന്റെ മികവിൽ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. ആ പ്രോഗ്രാമിൽ സകല ചപ്പ് ചവറുകളും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. തകര മുതൽ സകലതും അതിൽ പങ്കെടുത്തു. എല്ലാ സ്വപ്നകഥകളും പറയുന്ന ജീവികളും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ മഹത്വവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ പറയേണ്ട അനിവാര്യതകളൊക്കെ, ഈ തള്ളുകളൊക്കെ പറയേണ്ടതിന്റെ അനിവാര്യതകളെ കുറിച്ചൊക്കെ ഒരു മുസ്ലിയാർ പറയും. നമുക്കൊന്ന് കേൾക്കാം. അവർക്കുണ്ടായ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അല്ലാഹു തആല ഇത് ഒരുപാട് ആളുകൾക്ക് മഹാന്മാരെ മനസ്സിലാക്കാനും അവരിലേക്ക് ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു
വേദിയായി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹിനോട് തന്നെ പ്രാർത്ഥിക്കണം. എന്നാൽ ഇവരുടെ മറ്റേ രോഗം മാറാനും പ്രസവം എളുപ്പമാകാനും എല്ലാം സി എം മടവൂര്, മുനമ്പതി ചേച്ചി, ഓച്ചിറതാമനയ്യപ്പൻ, കുറേ ഉസ്താവുമാർ, മന്ത്രിച്ച വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളും. ബാക്കിയെല്ലാത്തിനും നേരെ അള്ളാഹിൻ്റെ അടുത്തേക്ക്. അത് ഇവരുടെ ഈ നിലനിൽപ്പുണ്ടല്ലോ, ഇവരുടെ ഈ തട്ടിപ്പും കാര്യങ്ങളും അതിനൊക്കെ വളരെ ഭംഗിയായി നടക്കണമെങ്കിൽ അള്ളാഹു തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരുന്നാൽ, ഇപ്പോൾ ഔലിയാക്കളെ പറ്റി പറയുകയും അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാതിരുന്നാൽ അടുത്തൊരു തലമുറ ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരായി മാറും. ഇപ്പോൾ ഈ കാഫിലയിലൂടെയും അതുപോലെ നമ്മൾ ഈ ഇവിടെ നടക്കുന്ന ഐനൂർ മജ്ലിസിലൂടെയൊക്കെ സീമലുദായി മഹാനവറുകളെ മനസ്സിലാക്കുകയും അതിലൂടെ പുതിയ ഇതുവരെ ഈ 30-31 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ സിയാറത്തിന് വരെ വരാത്ത ആളുകൾ ഞങ്ങൾ ഈ യൂട്യൂബിൽ ഇത് കണ്ട് അങ്ങനെ സീമലുദാനെ മനസ്സിലാക്കിയാന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകൾ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വേദിയാണ് പ്രത്യേകിച്ച് ഇവരുടെ ഈ മടവൂർ കാഫിലയുടെ സേവനം. അള്ളാഹു അത് റാഹത്തോടെ നിലനിർത്തി തരുമാറാവട്ടെ. കണ്ടാ, നിനക്ക് അള്ളാഹ് വേണം. എന്നാലോ രോഗം വന്നാൽ സി എം മടവൂര്, പ്രയാസം വന്നാൽ മുനമ്പതി ചേച്ചി, മാനസിക രോഗം മാറ്റാൻ സി എം മടവൂര്, ഇങ്ങനെ ഓരോന്നിനും ഓരോരു എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അള്ളാൻ്റെ പടപ്പുകളും പിന്നെയോ ഇങ്ങനെയുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ശക്തമായി നിലനിൽക്കാൻ വേണ്ടി പഠിച്ചോനും. സഹോദരങ്ങളെ, ഇനി നമ്മുടെ കാഫിലക്കാരൻ്റെ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഒരു വഹാബി ഖുറാഫിയായി, മനസ്സിലായല്ലോ. ഒരു വഹാബി പച്ച ശിർക്കും ഖുറാഫാത്തും കേട്ട് പഠിച്ചിട്ട് ഈ കള്ളക്കഥകളൊക്കെ കേട്ട് മനസ്സിലാക്കി എന്നിട്ട് അങ്ങനെ ഖുറാഫത്തിലേക്ക് വന്നു. അത് ഇദ്ദേഹത്തിന് റസൂലുള്ള പറഞ്ഞല്ലോ, ഖൈറുലക്കമിന് ദുനിയാവ മാ ഫിഹ എന്ന്, ദുനിയാവിൽ എന്ത് കിട്ടുന്നതിനേക്കാളും ഉത്തമം എന്ന്. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ മൂപ്പർ കാര്യങ്ങൾ പറയുകയാണ്. എന്താണ്, 2 കിഡ്നിയും പോയ ഒരു മനുഷ്യന് ഒരു ഡയാലിസിസും ചെയ്യാതെ തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ എന്താണ് ഒരു പ്രയാസവും ഇല്ലാതെ അദ്ദേഹം ഇങ്ങനെ ജീവിക്കുകയാണ്. അത് വലിയ കറാമത്താണ്, സി എം മടവൂരിൻ്റെ വലിയ കറാമത്താണ്. ആ കറാമത്തൊക്കെ ഇങ്ങനെ ഈ പറയുന്ന എന്താണ് മടവൂർ കാഫില എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടിട്ട് ഇങ്ങനെ ആൾ ആകെ അന്തം വിട്ട് കുന്തം ബുദ്ധിയണക്കായി. അങ്ങനെ അയാൾ ഇതിലോ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് എന്താണ് ഈ പറയുന്ന എന്താ പറയുക മടവൂർ കാഫില ഭക്തനായി. അങ്ങനെ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കേട്ടു നോക്കൂ. മാത്രമല്ല എന്റെ ഏറ്റവും വലിയ സന്തോഷം, അൽഹംദുലില്ലാഹ്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇന്നും ഒരു കോഴിക്കോട്ടുകാരൻ ഒരാൾ ജീവിക്കുന്നുണ്ട്. 35 കൊല്ലമായിട്ട് 2 കിഡ്നിയും ഇല്ലാണ്ട് ഡയാലിസിസ് ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരാൾ. മഹാനായ സി എം വലിയുള്ളാഹിയുടെ കറാമത്ത, ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കറാമത്ത. ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ? ഈ കറാമത്ത് കണ്ടിട്ട് ആലുവയിലുള്ള ഒരു വലിയ വഹാബി കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം പല പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങി. അവസാനം കണ്ട വീഡിയോ, 2 കിഡ്നിയും ഇല്ലാത്ത ഈ ചെറിയ വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം അൽഹംദുലില്ലാഹ് ഞാൻ സുന്നത്ത് ജമാഅത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ ഖുറാഫിച്ചുകളും ഈ മന്ദബുദ്ധികളായ അടിമകളൊക്കെ എന്താ വിചാരിക്കുക, ഭയങ്കരം തന്നെ നമ്മൾ ഉസ്താദ്. ഏത് വഹാബി, എന്ത് വഹാബി, വെച്ച് ചാമ്പലന്നല്ലേ. അതിന് കാരണം മടവൂർ കാഫിലയാണ്. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവും ആഖിറവും കിട്ടിയതിനേക്കാൾ വലിയ ഹൈറാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെങ്കിലും സുന്നത്ത് ജമാഅത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമാണ് കേട്ടോ. ഈ പരിപാടി ഒന്നും നാളെയും മറ്റന്നാളും ഒന്നും നിർത്താൻ പോകുന്നില്ല. അദ്ദേഹം ഇത് തുടരുകയാണ്. കാരണം 57 ലക്ഷം റുപ്യന്റെ വീടാണ് സി എം മടവൂർ ഗിഫ്റ്റ് ആയി കൊടുത്തത്. പിന്നെ മൂപ്പർ നിർത്തോ? ഇനി മരിച്ചുപോയ സി എമ്മിന്റെ ഓപ്പറേഷൻ കഥ കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഹയാത്ത് കാലത്ത് എന്ന പോലെ തന്നെ വഫാത്തിന്റെ ശേഷവും കണ്ടുകൊണ്ടിരിക്കുക. രോഗത്തിന് ബുദ്ധിമുട്ടായി. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, രോഗത്തിന് ഏർവാടി പോയാൽ അല്ലെ മുത്തുപ്പട്ട പോയാലൊക്കെ അവിടുന്ന് ഓപ്പറേഷൻ നടന്നത്. മുത്തുപ്പട്ടയിലൊക്കെ പോയിട്ട് ട്യൂമറിനും അതുപോലെ ക്യാൻസറിനൊക്കെ തന്നെ ഹാർട്ട് ഓപ്പറേഷനൊക്കെ നമ്മൾ നേരം പുലർന്നതിന് ശേഷം ഇങ്ങനെ അടയാളങ്ങൾ കാണാനോ സ്വപ്നത്തിലൂടെ. ഈ മുത്തുപ്പട്ട, ഏർവാടി, നാഗൂർ, അജ്മീർ എന്നൊക്കെ പറയുന്നത് നമ്മളെ പെരിയാരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതല്ലെങ്കിൽ മിംസ് ഹോസ്പിറ്റൽ പോലത്തെ ഹോസ്പിറ്റലൊന്നും അല്ല കേട്ടോ. അത് ജാറ വ്യവസായ കേന്ദ്രമാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ക്യാൻസറിനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഓപ്പറേഷൻ ചെയ്യുകയും മറ്റുള്ള ചികിത്സ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അതേപോലെ ഈ പറയുന്ന സ്ഥലത്ത് ജാറ വ്യവസായ കേന്ദ്രത്തിൽ പോയിട്ടും ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. അത്ര നമ്മൾ കാണും, എന്ത് ഡോക്ടർമാർ വന്നിട്ട് നമ്മളെ ഓപ്പറേഷൻ ചെയ്തതായിട്ട് കാണും. പിറ്റേന്ന് നേരം പുലർന്ന് നോക്കിയാൽ അവിടെയൊക്കെ അടയാളം കാണുന്ന ഒരവസ്ഥ. ഇപ്പൊ മടവൂരിലൊക്കെ വന്നിട്ട് താമസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ട്. ഒരു സഹോദരി, ഗൂഡല്ലൂരിലുള്ളൊരു സഹോദരി പെട്ടെന്ന് വയറിന് അസുഖം വന്നു, ഒരു മുഴ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി. അപ്പൊ അവര് പറഞ്ഞു നമ്മൾ മടവൂരിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ മടവൂരിൽ വന്നു. ഒരു വെള്ള ഡ്രസ്സാണ് ആ സഹോദരി ഇട്ട്. ഇങ്ങനെ അവിടെ വന്ന് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അബോധാവസ്ഥ വന്നു.
ആ വെള്ള വസ്ത്രം എന്തിനാ ധരിച്ചതെന്നറിയോ? വെള്ള വസ്ത്രം ധരിച്ചെന്ന് രക്തലൈക്കിനെ വേഗം കാണണമല്ല, ഒരു വെള്ള വസ്ത്രം ധരിച്ചത് രക്തത്തിന് കാണുന്നുണ്ട്. നമുക്ക് അന്നേരം അതിനെക്കുറിച്ച് പറയാം. അബദ്ധവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്, സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്ത് അവിടെ കിടക്കുന്നു. അപ്പൊ അവര് കൂടുള്ള ഈ സിയാറത്തൊക്കെ കഴിഞ്ഞു. സിയാറത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് തെളിഞ്ഞു. അപ്പം പിന്നെ അങ്ങനെ വയറ് എന്തോ ഒരു ഇത് വേദനയുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ആരോ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കീറുന്നതായി മുറിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടത്. അങ്ങനെ അവരിത് വീട്ടിൽ പോയി തിരിച്ചു പോകുമ്പോൾ ഡ്രസ്സിലൊക്കെ രക്തമുണ്ട്, രക്തം ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അടയാളം, ഓപ്പറേഷൻ ചെയ്ത അടയാളം CMയുടെ ഒരു ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ഇങ്ങനെ ആളെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ തിരിച്ചു പോവുകയായിരുന്നു. വെള്ള വസ്ത്രമല്ലേ ധരിച്ചിന്, രക്തം നല്ലോണം കാണണമല്ലോ. എല്ലാ കുരിപ്പുകളെ ഇങ്ങനെ ഏതായാലും തള്ളുന്നു. എന്നാൽ പിന്നെ ആ രക്തമെല്ലാം ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ട് അയച്ചുകൂടെ? ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളെ വിടാറുള്ളത്. അതോടുകൂടി സുഖാവുകയും ചെയ്തു. ഗൂഡല്ലൂര് ദേവർശോല സനത് കൃത്യം, ഇന്ന സ്ഥലം ഇന്നടുക്കെ എല്ലാം ഉണ്ട്. പിന്നെ അടുത്ത തള്ളു കേൾക്കാം. ഇതുപോലെ ഇപ്പൊ വഫാത്തിന്റെ ശേഷമുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഓരോരോ ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ. അവിടത്തേക്ക് അനുഭവങ്ങൾ കൊണ്ട് ഇങ്ങനെ കാല് തടഞ്ഞിട്ട് വീഴുന്നു. വല്ലാത്ത അനുഭവമായി പോയി. ചാക്ക് കണക്കിനുണ്ട് അനുഭവം. അടുത്ത അനുഭവമാണ് കേൾക്കുന്നത്. ഓതിയിട്ടും യാസീൻ ഓതിയിട്ടും അവിടുത്തെ മൗലിദ് ഓതിയിട്ട് വരെ അനുഭവം ഉണ്ടായത്. ഇപ്പൊ നാദാപുരത്തിന്റെ അടുത്ത് അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഹോദരന്, അദ്ദേഹത്തിന് ശരീരത്തിലാകെ അസുഖം, അതായത് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനത്തെ എല്ലാ തരമുണ്ട്, പനിയുണ്ട്, അങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടായി. അപ്പോൾ പിന്നെ നാദാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ എത്രയോ ദിവസം നിന്നിട്ടും ഇയാൾക്ക് യാതൊരു ഷിഫാവില്ല. ഒന്ന് പാനൂര് മൂസ മുസ്ലിയാർ, അള്ളാഹു അടുത്ത് ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. അതിനെല്ലാം അള്ള വേണം. എനിക്കതൊന്നും മനസ്സിലാത്തത്. ഇങ്ങനെയില്ല, ഇതിനെല്ലാം അള്ള വേണം. എന്നാൽ ഇവർക്ക് മറ്റുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാര്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ CM മടവൂര് പിന്നെ ഫാത്തി ഓതി നേർച്ചയാക്കുക, മൗലൂദ് ഓതി നേർച്ചയാക്കുക, പിന്നെ ജാറത്തിലേക്ക് നേർച്ചയാക്കുക, സലാത്ത് നഗറിലേക്ക് നേർച്ചയാക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതിനും. എന്നാൽ ഇവരെ മുസ്ലിയാക്കന്മാർക്ക് ദർജ ഉയർത്താനെല്ലാം അതിൻ്റെ കാര്യം അള്ളാഹ് തന്നെ നോക്കണം. അവര് ഇവരോട് പറഞ്ഞു, ഈ അഷ്റഫ് എന്ന് പറഞ്ഞോളൂ, ഇനി CM വലുതാന്റെ മൗലൂദ് നന്നായിട്ട് നേർച്ചാക്കിക്കോ, അതൊരാളെ കൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഓദിച്ചെന്നാൽ അതോടുകൂടി സുഖാവുന്നു. അപ്പൊ അങ്ങനെ അന്ന് ആ അഷ്റഫ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ച് മൗലൂദ് ഓതിയാണ്. ഫുള്ള് മൗലൂദ് ഓതി, ഒരു സ്ഥാനം വിളിച്ച് കുറേ നേരം ഓതി ഫുള്ള് തീർത്തു പോയി. അന്ന് രാത്രി ഈ അഷ്റഫ് എന്ന് പറഞ്ഞ ആള് CM വലുതാനെ സ്വപ്നം കാണുക. ഇയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. പിറ്റേന്ന് നേരം എടുത്തപ്പോൾ അയാൾ പറയാണ്, ഇങ്ങനെ ഞാൻ പിന്നെ കുടുംബത്തിനെ വിളിച്ചു പറയും. കുടുംബം പേര് പറഞ്ഞു മൗലൂദ് നടത്തിയതോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളൊന്നും അയാളോട് പറഞ്ഞിട്ടില്ല. ഇപ്പം വീട്ടിൽ നിന്ന് മൗലൂദൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പിന്നെ ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അവർ ചെന്നപ്പോൾ ഇയാൾ പറയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരാളെ സ്വപ്നം കണ്ടു. ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ഷർട്ടൊന്നും ഇടാത്ത വലിയ മേലെ നെഞ്ചിന്റെ മേലേക്ക് കയറ്റിയിട്ട് വെള്ള തുണി എടുത്തിട്ടുള്ള ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ സുഖമില്ലായിട്ടാണ്, രോഗമായിട്ടാണ്. ഇനി നിനക്ക് ആ രോഗമില്ല, എല്ലാം സുഖപ്പെട്ടു, വീട്ടിൽ പോ, ഡിസ്ചാർജ്. എങ്ങനെയുണ്ട്? ഓപ്പറേഷനല്ലേ ചെയ്തത്? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് രോഗം വേണ്ട, എനിക്ക് രോഗമൊന്നുമില്ല, നീ എണീറ്റ് പോയിക്കോ, ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഡിസ്ചാർജായി പോയിക്കോ എന്നാ പറഞ്ഞത്. ആര്? CM മടവൂര് സ്വപ്നത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. വെള്ള തുണിയൊക്കെ ഇങ്ങനെ നെഞ്ഞോളം തുണിയൊക്കെ എടുത്തിട്ട്, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ വന്നിട്ട് പറയുകയായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും കഫൻ ചെയ്ത തുണിയായിരിക്കും. CM മടവൂരിനെ കവറിൽ കൊണ്ടുപോയി താത്തിനല്ല, ആ സമയത്ത് കഫൻ ചെയ്ത തുണിയായിരിക്കും എടുത്തിട്ട് നെഞ്ഞോളം എടുത്തിട്ട് വന്നിട്ടുണ്ടായി. വീട്ടിൽ പോവാന്നു അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ട, എന്താണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ അന്ന് രാവിലെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഇയാള് പിന്നെ പ്രഷർ നോക്കുമ്പോൾ കുഴപ്പമില്ല, നോർമലാണ്. പിന്നെ പനി നോക്കുമ്പോൾ പനിയില്ല. അങ്ങനെ ഓരോന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് ധാരാളം. ഡോക്ടറിനെ പെണ്ണോണ്ട് വെട്ടിയിട്ട്, എന്തിനാണ് നിങ്ങൾ ഇവിടെ വെറുതെ നിൽക്കുക, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പേന കൊണ്ട് അയാളെ ഇതൊക്കെ എഴുതിയതിന്റെ മേലെ വരച്ചിട്ട് അയാളെ ഫയലായിട്ട് നിങ്ങൾ പുറേ പോയിക്കോളി എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വാസം, അല്ലാത്തൊരു കളിയാക്കുന്നവർ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ കളിയാക്കാം. അങ്ങനെയുണ്ട്, രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിക്കാം, എന്തും വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ കളിയാക്കാം, പോലെ പണിയെടുക്കുക. കേട്ടില്ലേ? ഒരു അടുത്ത തള്ളാണ് ഇതേപോലെ തന്നെ. ഇത് ഈ പറയുന്ന പ്രസവം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ശരിക്കും കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. ഇത് നേരെ ലക്ഷദ്വീപിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ലക്ഷദ്വീപിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്കറിയാമല്ലോ, ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഇല്ല.
അല്ല മുസ്ലിയാർ പറയും, ഞാനായിട്ടൊന്നും പറയുന്നില്ല, ലക്ഷദ്വീപിൽ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പിന്നെ പ്രസവിക്കാൻ വേണ്ടി ഭയങ്കര ദാഹം, പ്രസവിക്കാൻ വേണ്ടി കഴിയുന്നില്ല സ്ത്രീകൾക്ക്, അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ദാഹമാണ്, ആ ദാഹത്തിനുള്ള മരുന്ന് വെള്ളം ഒരു പിന്നെ ഔലിയ കൊടുക്കുകയാണ്, ആ ഔലിയാൻ്റെ കാര്യങ്ങളൊക്കെ മുസ്ലിയാർ തന്നെ പറയട്ടെ. നീളത്തിൽ പോയ 2 കിലോമീറ്റർ പിന്നെ കടലായി, വീതി പോയ 1.5 കിലോമീറ്റർ ആകുമ്പത്തിന് കടലായി അല്ലേ. ആകെ ഒരു ദ്വീപിന്റെ ജനസംഖ്യ എത്രയാണ്? 7000 ഒക്കെ അല്ലേ. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി കൂടിയിട്ട. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ദ്വീപുകളിലെല്ലാം അവിടെയുള്ള ജനങ്ങൾക്ക് ഏത് കരയിലേക്ക് എത്തണമെങ്കിലും ഏറ്റവും കൂടുതൽ അവർ കപ്പൽ യാത്ര ചെയ്തു വരണം, ദിവസങ്ങളോളം കപ്പൽ, പഴയ കാലത്ത് പായക്കപ്പൽ. അപ്പൊ അവിടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദാഹിക്കുന്ന വിഷയം ഏതാണ്? ദാഹിക്കുന്ന വിഷയം അവിടുത്തെ സ്ത്രീകൾക്ക് ഗർഭമാകുമ്പോൾ പ്രസവിക്കണം. ആ പ്രസവത്തിന്റെ കാര്യത്തിൽ അവർ കഷ്ടപ്പെടുകയാണ്, പ്രസവത്തിന്റെ കാര്യത്തിൽ അവർ സങ്കടപ്പെടുകയാണ്. വല്ലാത്ത കഷ്ടപ്പാടാണ്. ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടോ? ഇല്ല. ഒരു വലിയ ഹോസ്പിറ്റൽ അവിടെ ഉണ്ടോ? ഇല്ല. ഇന്നും അതാണ് ഇവിടുത്തെ സ്ഥിതി. വലിയ മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും ഒന്നും അവിടെ ഇല്ല. അപ്പൊ ആ നാട്ടിലെ ജനം ഏറ്റവും കൂടുതൽ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന് അള്ളാഹുവിന്റെ മഹ്ഫൂദീങ്ങളിൽപ്പെട്ട ഒരു വലിയ അവിടെയാണ് പരിഹാരം ഉണ്ടാക്കി. ഇന്നും ഖാസിം വലിയുല്ലാഹി തങ്ങളെ മക്കാമിൽ വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേദനയില്ലാതെ പ്രസവി നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട് ഇന്നും നിലനിൽക്കുന്നു. കേട്ടില്ലേ? അപ്പോൾ അവിടെ പിന്നെ എന്താ പറയല്, മെഡിക്കൽ കോളേജില്ല, ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളെ കേരളത്തിലെല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ടും ലക്ഷദ്വീപിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് അത് കുടിച്ചിട്ട് സുഖപ്രസവം നടക്കുകയാണ്. സുഖപ്രസവം ചില്ലറ ആൾക്കാർക്കൊന്നല്ല, ഇങ്ങനെ വലിയ ആൾക്കാർക്കൊന്നല്ല, സാധാ സീത ആൾക്കാർക്കൊന്നല്ല. ഇത് പ്രസവം നടക്കുന്നല്ല ആർക്ക്? വലിയ കെങ്കേമന്മാർക്കാണ്. ഒന്ന് ഈ ഉസ്താദിന് തന്നെയാണ്. കേട്ടോ ഉസ്താദിനെ പറയുന്നത്? ഇന്നും നിലനിൽക്കുന്നു. എന്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കലില്ല. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവിടെ സ്വകാര്യത്തിന് ചെവിയിൽ വന്നു കണ്ടാ പറയും, അതെ മോൾക്ക് ഗർഭമാണ്, വല്ല ചെയ്ത്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോഴത്തേനും ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവെട്ടുകാണ് മെഡിക്കൽ കോളേജിക്കാ പിന്നെ പോലെ അല്ലേ. അല്ലാഹു റബ്ബി. പ്രസവിച്ചാലും അങ്ങനെ തന്നെ. ആദ്യത്തെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്. യാ അല്ലാഹ്, ഞാൻ കേട്ടില്ലേ? ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം, ഇയാൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇയാൾ മാത്രമല്ല പകല ആളുകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ കുട്ടിക്ക് തുള്ളി മരുന്നൊക്കെ കൊടുക്കുന്നില്ലേ, അങ്ങനെയൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഈ ഡോക്ടർമാർക്ക് കാണാൻ വേണ്ടി പോകാൻ പാടില്ലല്ലോ, ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അതിന് എന്താണ് വേണ്ടത്? ഇങ്ങനെ ഈ പറയുന്ന മക്കാമ പോവുക, വെള്ളം മണിക്കുക, അതിൻ്റെ കൊടുക്കുക, എന്നാൽ സുഖസുന്ദരമായി പ്രസവിച്ചോളും, യാതൊരു പ്രയാസവുമില്ല, സുഖപ്രസവം നടന്നോളും. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കോ തുള്ളി മരുന്നോ ഇങ്ങനെ മാസം ഡോക്ടർക്ക് പോലോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഡോക്ടർക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. CM പിന്നെ വിളിച്ചാൽ മതി. രോഗം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. എന്ത് ക്യാൻസർ ആയി കഴിഞ്ഞാലും, ഇനി പിന്നെന്താണ് ട്യൂമർ ആയി കഴിഞ്ഞാലും, ഇനി അല്ലാതെ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞാൽ മുഴ ഉണ്ടായി കഴിഞ്ഞാലും ഒക്കെ ഓപ്പറേഷൻ ചെയ്യും. എല്ലാ കാര്യങ്ങളും എല്ലാം ഇവർ ജാറ കമ്പനി മൊത്തം ഹോൾസെയിലായും റീറ്റെയിലായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാൽ നമ്മളെ മുസ്ലിയാർ ഈ ഇങ്ങനെ തള്ളുന്നതിൻ്റെ ഇടയിൽ ഒന്ന് നാവ് വൈദിപ്പോയതാണോ, ഇനി അന്തമില്ലാതെ അങ്ങ് പറഞ്ഞു പോയതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഡോക്ടറത്തേക്ക് ഇയാൾ പോയിട്ടുണ്ട്. ആ പോയ സംഭവം പറയുന്നത്. എന്റെ കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ വെച്ച് തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ട്, ഇതൊന്നും തുള്ളിയൊന്നും അല്ല, ക്ലാസ്സിൽ തന്നെയാണ് കൊടുക്കലാണ് പറഞ്ഞത്. അതെത്താ തുള്ളി, അവനാൻ്റെ കുട്ടികളല്ലേ ഇങ്ങനെ കണക്കാക്കി ഞാൻ കൊടുക്കലാണ്. അല്ലാഹു റബ്ബി. അപ്പോൾ ഡോക്ടർക്ക് കഥ മനസ്സിലായി. മൂപ്പര് ഇന്നെ ഇരുത്തിങ്ങാണ്ട് കുറെ വേളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടും പറഞ്ഞു. ഏതായാലും നല്ല കാലത്തിന് മൂപ്പരെ കുട്ടിനി എൻ്റെ കുട്ടിനി ഒരു സ്കൂളിൽ തന്നെ ചേർത്തത്. 5ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഓട്ട മത്സരം ഉണ്ടായി. ആ ഓട്ട മത്സരത്തിൽ ഓടിയിട്ട് ഇന്റെ കുട്ടി ഫസ്റ്റായി. തുള്ളി മരുന്നൊക്കെ ഉണ്ട് ബാക്കിൽ അങ്ങനെ വരുന്നത്. എങ്ങനെയുണ്ട് ഈ പിന്നെ ജാറത്തിലെ വെള്ളം നല്ല ഹൈ സ്പീഡിൽ കടലിൽ തെര പോകുന്നതൊക്കെ, ലക്ഷദ്വീപിലെ കടലിലും തെര പോലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെര പോകുന്നതൊക്കെ അങ്ങ് പോയി. എന്നാലോ ഈ തുള്ളി മരുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ നടക്കുന്ന തുള്ളി മരുന്ന്, ആ തുള്ളി മരുന്ന് തുള്ളി ഇങ്ങനെ വരുന്നത്. എന്നിട്ടോ അപ്പൊ ഞാൻ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തു, ആ വരുന്ന തുള്ളി മരുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് തുള്ളി മരുന്ന് കഴിക്കണ്ടെന്നല്ല. പിന്നെന്താണ്, ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട്, അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റൂല. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ
സുബ്ഹാനല്ലാഹ്. നമ്മളെ മർക്കസിലെ മുദരിസുണ്ട് ചിയൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അനുജനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയിട്ട് പോലെ എല്ലാവരും പെണ്ണുങ്ങളും 10, 12, 15 ഒക്കെ പ്രസവം ഒക്കെ വീട്ടിൽ നിന്നാണ് പ്രസവിക്കുന്നത്. ഇന്നും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം. എന്തേ? കാസിം വലിയുള്ള അവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കണ്ണീർ കഴുത്തിൽ കഴിയുന്നത് ഏതിനു വേണ്ടിയാണ്? പ്രസവത്തിന്റെ വേദന കെട്ടിയിട്ട് വിഷമിച്ചിട്ട് അതിന് ശുശ്രൂഷിക്കാൻ ആളില്ല, പരിഹാരത്തിന് മാർഗമില്ല. അവിടെ ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് അവിടെയാണ് കാണിച്ചു. ആ കറാമത്ത് മുഖേന മുഴുവൻ പെണ്ണുങ്ങളും മുസ്ലിമായി, മുഴുവൻ പെണ്ണുങ്ങളും മുസ്ലിം. അത് ഓക്കെയാണല്ലോ, മുഴുവൻ പെണ്ണുങ്ങളും മുസ്ലിമായി. അതുപോലെ തന്നെ പ്രസവം വളരെ സിമ്പിളായി നടക്കുന്നു. ഇപ്പോൾ കേരളത്തിലും കൊണ്ടുവന്നിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. ഇനിയോ നമ്മുടെ പകരബാപ്പുട്ടി മുസ്ലിയാരുടെ ഭാര്യ പ്രസവിച്ചതിനെ കുറിച്ചിട്ട് വേറൊരു മുസ്ലിയാർ പറയുന്നുണ്ട്. മുഹമ്മദ് ഹസനിപ്പ നമ്മളുടെ പകര ഉസ്താദിന്റെ ഭാര്യ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല. എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ്. അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും. പക്ഷേ ആ പ്രസവം നടന്നില്ല, പ്രസവ വേദന വന്നില്ല. എന്നിട്ടോ കാന്തപുര ഉസ്താദിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, കാന്തപുര ഉസ്താദ് എന്താ പറഞ്ഞത്? തുമ്മാൻ ചവക്കുന്ന വെത്തിലുണ്ടല്ലോ, ആ വെത്തിലയിൽ പിന്നെ എഴുതാത്ത മഷിയില്ലാത്ത പെണ്ണ് കൊണ്ട് എഴുതാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടാകുമ്പോ ഇന്നതൊക്കെ എഴുതണമെന്ന് പറഞ്ഞു. അവർ എഴുതിയിട്ട് അത് ചവക്കാൻ കൊടുത്തു. ആ ചവക്കാൻ കൊടുത്ത സമയത്ത് പ്രസവിച്ചു, വേദന വന്നു, പ്രസവിച്ചു. അങ്ങനെയുണ്ട്, എല്ലാ ചികിത്സ ഇവരെ കൈമേണ്ട്. തുമ്മാലിൽ ആയത്ത് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ആയത്ത് കൊടുത്തു. അങ്ങനെ ചവച്ചു ഇറക്കി ഓരോ മണിക്കൂർ ഇടപെട്ട് കൊടുത്തു. മുസ്ലിം തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങോട്ട് ഏറ്റവും കുറഞ്ഞോ ഇവരൊക്കെ ഇതെല്ലാം വലിയ സംഭവമാണല്ലോ, കറാമത്താണല്ലോ. ഞാൻ പറഞ്ഞിട്ട് വഹാബി അതിലങ്ങനെയില്ല, ആ ലഫ്ള് തെറ്റാണ്, അതിൽ തജ്വീദ് തെറ്റാണ് എന്നൊക്കെ പറയണ്ട. അതുകൊണ്ട് കൃത്യമായി തജ്വീദ് അനുസരിച്ച് മുസ്ലിയാർ തന്നെ പറയട്ടെ. പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ്. പകരസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു, ഈ പെണ്ണ് പെറ്റിട്ടില്ല. അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി. അപ്പോഴാണ് എപ്പി ഉസ്താദ് ഇവിടെ ചാലിയത്ത് വരുന്നത്. പകര ഉസ്താദ് പറഞ്ഞു സങ്കടം. എന്റെ ഒരു സുഹൃത്ത് എന്റേത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട്, അവൾക്ക് ഇതുവരെ പ്രസവവേദന വന്നിട്ടില്ല ഉസ്താദ്. എപി ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട, നല്ല 3 വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ, ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ ഇദസ്സമാഉൻ ശഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹഖത്ത് വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ. ആ സെന്റൻസ് കൊണ്ട് വെറ്റില അങ്ങ് പൂർത്തിയാക്കണം. അങ്ങനെ ഒരു വെറ്റില ചവച്ചറക്കാൻ കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം, മൂന്നാമത്തതും കൊടുത്തു. ഈ 4 മണിക്കൂറിന്റെ ഉള്ളില് പ്രസവിക്കുന്നതാ. ഇത് വിശ്വസിക്കുന്നവനാണ് അഹ്ലുസുന്ന. ഇതൊക്കെ വിശ്വസിച്ചാൽ മാത്രമാണ് സുന്നത്ത് ജമാഅത്താകുക, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്താവൂല. മനസ്സിലായല്ലോ? ഇതൊക്കെ വിശ്വസിച്ചോളണം. കേട്ടല്ലോ? എല്ലാവരും കേട്ടല്ലോ? എല്ലാവരും വിശ്വസിച്ചോളണം. ഇനിങ്ങനെ വിശ്വസിച്ചാൽ എന്തെല്ലോ കിട്ടും. രോഗം മാറി കിട്ടും, പ്രയാസങ്ങൾ നീങ്ങി കിട്ടും, നമ്മുടെ പിന്നെ മുസ്ലിയാക്കന്മാർക്ക് പൈസ കിട്ടും. അതേപോലെ തന്നെ ഈ പിന്നെ മടവൂർ കാഫിലക്കാരന് 57 ലക്ഷം റുപ്യൻ്റെ വീട് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. 57 ലക്ഷം രൂപയുടെ വീട് മടവൂര് ശൈഖുന എനിക്ക് തന്നതാ. ഞാനൊരു ബാങ്കുമായിട്ടോ പലിശയായിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. എന്റെ അനുഭവം ഞാൻ പറയുന്നത്. അതേ, ബാങ്കുമായിട്ടോ ഇതുപോലെ തന്നെ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാലോ CM മടവൂരിന്റെ കറാമത്ത് പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഇട്ടും അതുപോലെ തന്നെ ആളുകളെ കണ്ടും ഒക്കെ ആയിട്ട് ആളുകൾ നല്ല പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ വീട് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എല്ലാം CM മടവൂർ കൊടുത്തിയാണ്. മനസ്സിലായല്ലോ? CM മടവൂർ ഒന്ന് 57 ലക്ഷം റുപ്യ കൃത്യമായി തന്നെ എണ്ണി കണക്കാക്കി അങ്ങ് കൊടുത്തു. അതിനെക്കൊണ്ട് പിന്നെ വീടുണ്ടാക്കി. അദ്ദേഹം കൊടുത്താണ്, CM മടവൂർ കൊടുത്തതാണ്. CM മടവൂർ കൊടുത്തു തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവും. എന്റെ സ്വന്തം അനുഭവം, ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല പറയുന്ന. മടവൂര് ശൈഖുനാനെ മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. CM മടവൂരിനെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. ഇനി ദുനിയാവ് കിട്ടുന്ന വേറെ ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം. ദുനിയാവ് കിട്ടിയതിന്റെ വേറൊന്ന്. ഇപ്പൊ 57 ലക്ഷം റുപ്യന്റെ വീടല്ലേ കിട്ടിയത്. ഇനി കണ്ടോ, ഇനി അടുത്ത് കിട്ടുന്ന കണ്ടോ. നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടോ. ഇവന്റെ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ. ഈ തള്ളയൊളികൾക്കൊക്കെ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് കേട്ടില്ലേ?
ഇങ്ങനെ ഈ കള്ള കറാമത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മക്കാമുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർക്ക് വിഹിതമുണ്ട്. അതേപോലെ നല്ല രീതിയിൽ സാമ്പത്തികമായി നല്ല രീതിയിൽ ഇവർക്ക് പണം കിട്ടുന്നുണ്ട്. സാമ്പത്തികമായി മുസ്ലിയാക്കന്മാർ, ഈ പറയുന്ന മുസ്ലിയാക്കന്മാർക്കൊക്കെ ആളുകൾ പൈസ കൊടുക്കുകയാണ്, പൈസ വാരി എറിയുകയാണ്. അവരെന്താണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്? ഇവർക്ക് സമാധാനം കിട്ടാൻ. മുസ്ലിയാക്കന്മാർ ആ രീതിയിലാണല്ലോ പറയും, നേർച്ചയാക്കണം, ജാറത്തിലേക്ക് നേർച്ചയാക്കണം, മറ്റിടത്തേക്ക് നേർച്ചയാക്കണം, മരിച്ചാളെ ജീവിപ്പിക്കും, CM മടവ്, രോഗം മാറ്റിക്കൊടുക്കും. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. മരിച്ച ആളെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഇവരെ പല ആളുകളും അങ്ങനെയുള്ള കാര്യം, മരിച്ചുപോയ മഹാന്മാരായ ആളുകൾ ഇവരുടെ പല ആളുകളെയും ജീവിപ്പിച്ചിട്ടുണ്ട്. ഇതെന്തെന്ന് പടച്ചോണം ഞാൻ പറയേണ്ടിങ്ങോട്ട്. എനിക്ക് സത്യത്തിൽ ചിരിയാ വരുന്നത് ഇവരൊരു കാര്യങ്ങൾ പറയുമ്പോൾ. ഇനി കേട്ടോ, ബാക്കി ഏതായാലും മുസ്ലിങ്ങൾക്ക് കുമറ കിട്ടുന്നുണ്ട്, അതൊന്നും കൂടി ഒന്ന് കേട്ടോ. നീ ജീവൻ കൊടുപ്പിക്കാതെ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലേ? ചുട്ട കോയിനെ ചങ്ങായി പറയുന്നല്ലോ കേട്ടോ. നീ ആ പുള്ളിക്ക് ജീവൻ കാട്ടി. ഞങ്ങൾ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ലാസ്റ്റ് ഗോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ കൊടുക്കാൻ പോണുള്ളൂ. ഇനി നീ കോൾ ചെയ്യണ്ട, നമ്പർ കാട്ടി തന്നാ മതി. ഞാൻ കോൾ ചെയ്യണ്ട. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. ഇവരെ നീ എപ്പോഴാ വിളിച്ചേ? നീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേ വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടി. അപ്പൊ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവം എടുത്തേക്കല്ലേ? പ്രസവമൊക്കെ എടുത്ത് ഇവിടെ കഞ്ഞി കുടിച്ച് അവര് പോയി. അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു, ഉമ്മ അവർക്ക് ശ്വാസം മുട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അടുത്തുള്ള ഞാൻ കിടക്കട്ടെ നോക്കി കിടന്നു. പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുത്തതിന്റെ ക്ഷീണം ഉണ്ടാകും, ഇന്നത്തെ പ്രസവത്തിന് അങ്ങനെ. നീ എത്ര മണിക്കാ മറ്റേ ഈ മറ്റേ കള്ളനെ വിളിച്ചേ? കുറെ മണിക്ക് സമയം. അല്ലടാ, എന്റെ കള്ള വന്നോ? പറയുന്നേ കേക്ക്. കിടന്നു, ഞാൻ വിളിക്കാൻ ഞാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അവൾ കിടന്നു. കിടന്ന ശേഷം പിന്നെ നോക്കിയപ്പോ അണങ്ങുന്നില്ല. ചങ്ങായിന്റെ അഭിനയം കണ്ട കുരുപ്പൻ. അപ്പൊ എണ്ണ കൊന്നിട്ട് ദജ്ജാല് ശ്വാസം മുട്ടുണ്ടായിന്നാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയുന്നത്. പ്രസവവേദന ഉണ്ടായിട്ടുണ്ട്, വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായല്ലോ. അതുകൊണ്ടാണല്ലോ ഫോൺ വിളിച്ചതും കാര്യങ്ങൾ ചോദിച്ചതും ഒക്കെ. എന്നിട്ട് ശ്വാസം മുട്ടുണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നോക്കുമല്ലോ ഡോക്ടർമാർ. നിങ്ങൾ നോക്കണം സഹോദരങ്ങൾ, ഇതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇത്തരത്തിലുള്ള ദജ്ജാലുകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ അതിനു മുമ്പേ ആ സ്ത്രീ 2 പ്രസവിച്ചിട്ടില്ലേ? അത് വീട്ടിൽ നിന്നല്ലേ? 4 പ്രസവത്തിൽ 2 പ്രസവം ഹോസ്പിറ്റലും 2 പ്രസവം വീട്ടിലായിരുന്നില്ലേ? ഇത് 5ാമത്തെ പ്രസവത്തിലാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് പല ആളും പ്രസവിക്കുന്നില്ലേ? അത് ചിലപ്പോഴൊക്കെ മരണപ്പെടുന്നില്ലേ? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ലേ? ഹോസ്പിറ്റൽ അടിച്ച് പൊളിക്കാറില്ലേ? അതൊക്കെ എപ്പോഴും എന്താണ് വഹാബി എന്നൊക്കെ ചോദിച്ചു വരും. അതിനുള്ള മറുപടി നിങ്ങളുടെ ഒരു ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഉസ്താദിന്റെ സംസാരം നമുക്ക് കേൾക്കാം. ഈ യൂട്യൂബ് ഔലിയാക്കന്മാരുടെ കാലമാണ്. എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ? എന്തെല്ലാമാണ് നടക്കുന്നത് നമുക്കറിയാം. എൻ്റെ പൊന്നോ, ഒരു ഭാഗത്ത് കൊടികുത്തുന്നു, അതിൽ ചുറ്റും റിങ് കെട്ടുന്നു, ആളുകൾ പണമിടുന്നു, ഉപഭോക്താവ് കൊടികുത്തി വാഴുന്നു. മറ്റൊരു ഭാഗത്ത് ആധുനിക ഔലിയാക്കന്മാർ പറയുന്നത് അന്ധമായി അനുധാവനം ചെയ്തു ഒപ്പം ജീവിച്ച സഹധർമ്മിക്ക് ജീവഹാനി സംഭവിക്കുന്നു. നമ്മളൊന്നും പറയുന്നില്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ മൊത്തം പ്രശ്നമാകും. നമുക്കതിനുള്ള വിവരമില്ലല്ലോ. നടക്കട്ടെ, ഇതെല്ലാം നടക്കട്ടെ എന്നും പ്രശ്നമൊന്നുമില്ല. ചില ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് തവക്കുല് വേണം, തവക്കുല് വേണമെന്നാ. എന്താടാ ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ തവക്കുല്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും യാത്ര പോകുന്ന വേളയിൽ നമസ്കാരത്തിന് സമയമായി. അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ കെട്ടാതെ പ്രാർത്ഥനയ്ക്ക് വന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യം നീ പോയി ഒട്ടകത്തിനെ കെട്ടിട്ട് വാ. സ്വഹാബികൾ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് വരവേൽപ്പിച്ചിട്ടുണ്ട്, എന്തിനാണ് ഒട്ടകത്തെ കെട്ടുന്നത്? ഇവർക്ക് തവക്കുലിന്റെ അർത്ഥവും ആശയവും പഠിപ്പിച്ചു കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? നീ ആദ്യം പോയിട്ട് ഒട്ടകത്തെ കെട്ട്, എന്നിട്ട് അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കാൻ. പഴയകാലത്തൊരു ചൊല്ലുണ്ട്, താൻ പാതി തമ്പുരാൻ പാതി. ഇതിന്റെ അർത്ഥം വീട്ടിൽ പ്രസവിച്ച കുട്ടികളെല്ലാം മരണപ്പെടുമെന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ രക്ഷപ്പെടുമെന്നും ഇതിനർത്ഥമില്ല കേട്ടാ. എല്ലാ ആധുനിക സംവിധാനങ്ങളിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഡോക്ടറിന്റെ ചികിത്സാ പിഴവ് മൂലം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും KSRTC ബസ്സിൽ വെച്ച് പ്രസവം എടുത്ത പെൺകുട്ടി
സുരക്ഷിതമായി KSRTC ബസ്സിൽ പ്രസവിച്ച സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, പഴയ കാലത്ത് നമ്മുടെ മുൻഗാമികളായ അച്ഛനും അമ്മയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും 10ഉം 12ഉം ഒക്കെ പ്രസവിച്ച കാലത്ത്, ഇന്നത്തെ കാലത്ത് നമ്മൾ ലളിതമായി കാണുന്ന ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൊരു രോഗം അന്നുണ്ടായാൽ ഫലപ്രദമായി ചികിത്സിച്ച് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എത്രായിരം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ എന്തിനാണ് ഈ റിസ്ക് എടുക്കാൻ നടക്കുന്നത്? ഇന്ന് നമ്മളേറെ ബഹുമാനിക്കുന്നവരുടെയൊക്കെ ഭാര്യമാർ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്നു, ഓപ്പറേഷൻ നടക്കുന്നു, ഇതെല്ലാം നടക്കുന്നില്ലേ? അപ്പോൾ അവരെല്ലാം മണ്ടന്മാരാണ്. അപ്പം ഞാൻ നിങ്ങളെ ആരെയും വിമർശിക്കാൻ വന്നല്ല, അതിനോട് യോഗ്യതയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ആളുകൾ അന്ധമായി അനുകരിക്കുന്ന ഈ പണി അങ്ങോട്ട് നിർത്തുക. പ്രശ്നം ഈ ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല കേട്ടോ. സമീപകാലത്ത് അറിയാം, അക്യൂപഞ്ചറിസ്റ്റ് ഭർത്താവിനോട് വീട്ടിൽ പ്രസവിപ്പിച്ചാൽ മതി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ കത്തി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പ്രസവമാക്കി പെൺകുട്ടി മരണപ്പെട്ടു പോയി. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇത് പല മേഖലയുണ്ട്. ചില ആളുകളെ അന്ധമായി അനുകരിക്കുന്നുണ്ടാകുന്ന പ്രശ്നമാണ്. അതൊരു വിഷയത്തിലല്ല. ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് വഴി പല ആളുകളും പറയുന്നത് കേൾക്കുകയും അംഗീകരിക്കുകയും തൊണ്ട തൊടാതെ വീഴുകയും അവരുടെ ആരാധകന്മാരായി മാറുന്ന, ഫാൻസായി മാറുന്ന ആളുകളുണ്ട്. അതൊരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയത്തിലും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം മുഴുവനും എവിടെയോ ആരോ കെട്ടിയ കൊടിയുടെ താഴെ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിടുന്ന ആളുകൾ നമുക്കിടയിലില്ലേ? അതും ഒരു അന്ധത തന്നെയല്ലേ? ആരാണ് ഈ മനുഷ്യന്മാർ? ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്താണ്? സഹോദരങ്ങൾ, അവളെ മുസ്ലിയാരുടെ സംസാരം നമ്മൾ കേട്ടല്ലോ. കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രീതിയിൽ ഒരു മുസ്ലിയാക്കന്മാരുടെയും പിന്നാലെ നമ്മൾ പോകാതിരിക്കുക. യൂട്യൂബിലൊക്കെ വീഡിയോകൾ ഇട്ടുകൊണ്ട് കറാമത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ വഞ്ചിക്കുകയാണ് പുരോഹിതന്മാർ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നാറ്റക്കോയ എന്ന് പറയുന്ന സാധനം, ഒരു റിങ്ങും വെച്ച് അതിലൊരു നടുക്കലൊരു കൊടിയും വെച്ച് ഈ കൊടിക്ക് കൊണ്ടുപോയി, കൊടിയുടെ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ആളുകൾ, പ്രവാസികളുടെ ഭാര്യമാർ പോലും പണം കൊണ്ടുപോയി ഇടുന്ന ഒരു അവസ്ഥ. അതൊക്കെ മുസ്ലിയാർ, ഇവിടെ ഇപ്പം നമ്മൾ കാണിച്ച വീഡിയോയിലുള്ള മുസ്ലിയാർ വളരെ കൃത്യമായി തന്നെ പറയുന്നത്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വ്യാപകമായി പ്രചരിച്ചൊരു വീഡിയോ, അതുകൊണ്ടാണ് പൂർണ്ണമായി കാണിക്കാത്തത്. പിന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പുരോഹിതന്മാർ നിങ്ങളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അവർ ആത്മീയതയുടെ മറപിടിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുക, ഈ സാമ്പത്തിക ചൂഷണം നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് CM മടവൂര് 57 ലക്ഷത്തിൻ്റെ വീടൊക്കെ ഈ പറയുന്ന ഖുറാഫി മുസ്ലിയാർക്ക് കൊടുത്തതും. അതുപോലെ തന്നെ പല തട്ടിപ്പുകളും അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ചെയ്യാനുള്ള ആവേശവും കരുത്തുമൊക്കെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നാറ്റക്കോയനെ പോലെയുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നതും. ഇതിനൊക്കെ പ്രചോദനമായി നിൽക്കുന്നത് കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാരുടെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളും കാര്യങ്ങളും തന്നെയാണ്. നമുക്കറിയാമല്ലോ, എന്താണ് ബായാർ തങ്ങൾ, അതുപോലെ തന്നെ അറിവിൻ നിലാവ്, മദനിയും സലാത്ത്, ഇങ്ങനെയുള്ള തട്ടിപ്പം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ, പിന്നെ ഖലീൽ ബുഖാരിയുടെ സലാത്ത്, ഇതൊക്കെ കറാമത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി നമ്മുടെ വീഡിയോകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പിശാചുക്കളുടെ ഷർറിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.